പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊന്നല്ല ഉദ്ദേശിച്ചത്, പക്ഷെ ഇതെന്താണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്ട്രോബെറി മിൽക്ക് ഷേക്ക്. എനിക്ക് വേണ്ട സാധനം നമുക്ക് ഒരു വാനിലേന്റെ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മിൽമേന്റെ പാൽ പാക്കറ്റ് ആണ്. പാൽ പാക്കറ്റ് അല്ല, പാല വേണ്ടത്. പക്ഷേ ഇത് നമ്മൾ ഫ്രീസറിൽ വെക്കണം. എന്നിട്ട് മുട്ടിക്കണ്ടാക്കണം. കണ്ടോ, അനങ്ങാത്ത രീതിയിൽ ആക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഫ്രഷ് സ്ട്രോബെറിയാണ് വേണ്ടത്. പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പയ്യെ പറയാം. ആദ്യം നമുക്ക് ഒരു മിക്സി ജാർ വേണം. അതിലേക്ക് കുറച്ച് സ്ട്രോബെറി ഇട്ടെടുക്കാം. 1, 2, 3. അപ്പൊ നമുക്ക് 3 സ്ട്രോബെറിയാണ് ഒരു 2 ഗ്ലാസ്സിലേക്ക് വേണ്ടത്. ഇത്ര കട്ടയൊന്നും പ്രതീക്ഷിച്ചില്ല. ഇനി നമുക്കിത് അടിച്ചു പൊട്ടിക്കാം. എന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഗൈസ്. അടിച്ചു പൊട്ടിച്ചപ്പോൾ ഉള്ള അവസ്ഥ, നമ്മുടെ കൈമിലക്കായി അടിച്ചു പൊട്ടിച്ച 2 പാൽ കണ്ടങ്ങൾ ഇടാം. ഇനി വേണ്ടത് നമ്മളുടെ ഐസ്ക്രീമാണ്. ഇത് ചോക്ലേറ്റ് ആയതാണ് കേട്ടോ. നമുക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇടാം. ഒരു സ്കൂപ്പും കൂടി ഇടാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ളത് ഈ നന്നായിട്ട് അടിച്ചെടുക്കുക. ട്രാൻസിഷൻ ഇല്ല ഗൈസ്, അതായിട്ട് പാടി. അപ്പൊ നമുക്ക് ഈ ബാക്കിയുള്ള സ്ട്രോബെറിയും കൂടെ അതിലേക്കും കൂടെ അരച്ചെടുക്കാം. ഇതാണ് ആദ്യം ഉണ്ടാക്കിയത്. അതിലേക്ക് ഒരു ബാക്കിയുള്ള പാലിന്റെ കഷ്ണം ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇപ്പൊ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. ഈ ഒരു പാലിന്റെ കഷ്ട അലിയാൻ വേണ്ടിട്ട് കാത്തുക. ഒരു 2 പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊന്നല്ല ഉദ്ദേശിച്ചത്, പക്ഷെ ഇതെന്താണ് മിക്സിയേക്ക് പറ്റിയ. പക്ഷെ നമ്മൾ തളരില്ല.